വിവിധ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് പ്രഖ്യാപനത്തിലേക്കൊക്കെ കടക്കുകയാണ്. സീറ്റ് വിഭജന ചർച്ചകളിലേക്കുമൊക്കെ കടക്കുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്ക് ഇന്ന് സംഭവിച്ചത് എന്താണ് എന്നത് പരിശോധിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യത്തിന് മുന്നിൽ വഴിമുട്ടി UDF-ലെ സീറ്റ് വിഭജന ചർച്ച. നാളെ ചേരുന്ന UDF നേതൃയോഗത്തിൽ വിഷയം പരിഹരിക്കാമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. ലീഗിന്റെ ആവശ്യത്തിൽ തെറ്റില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പരസ്യ പ്രതികരണം. ഏറ്റവും ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിൽ സജീവമാകാനായിരുന്നു UDF നീക്കം. ആ പ്രതീക്ഷകളാണ് മുസ്ലിം ലീഗ് 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നതോടെ വഴിമുട്ടിയത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ മാത്രം 3-ാം സീറ്റ് എന്നായിരുന്നു ലീഗിന്റെ ആദ്യ നിലപാട്. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയാൽ കണ്ണൂർ വേണമെന്നാണ് UDF യോഗത്തിൽ ലീഗ് നേതാക്കൾ അറിയിച്ചത്. ഇതോടെ ചർച്ചകൾ വഴിമുട്ടി. അധിക സീറ്റ് എന്ന ആവശ്യം പരിഗണിക്കേണ്ട എന്നാണ് കോൺഗ്രസിനുള്ളിലെ തീരുമാനമെങ്കിലും ലീഗിനെ പ്രകോപിപ്പിക്കാതിരിക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. 3-ാം സീറ്റ് ചോദിക്കാൻ ലീഗിന് യോഗ്യതയുണ്ടെന്നായിരുന്നു കെ മുരളീധരൻ MP-യുടെ അഭിപ്രായം. എല്ലാത്തിനും പുറത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ലീഗിന് ചോദിക്കാൻ യോഗ്യതയുണ്ട്, അത് അവർ ചോദിച്ചു. കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് അവരുമായി കൂടെ ഒരു ഫൈനൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ അറിയിക്കും. 3-ാം സീറ്റ് ചോദിക്കാനുള്ള ലീഗിന്റെ അർഹതയെ ചോദ്യം ചെയ്യില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവർക്ക് അർഹതപ്പെട്ട ഒരു ഡിമാൻഡാണ്. ഞങ്ങൾ അവരുടെ അർഹതയെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യില്ല. പിന്നെ നമുക്ക് പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പരിശോധിക്കുകയൊക്കെ വേണം. ലീഗുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. ഞങ്ങൾ തമ്മിലുള്ള ഒരു തർക്കവും ഉണ്ടാവില്ല. നമ്മൾ വളരെ സൗഹാർദ്ദപൂർവ്വം UDF ഇലക്ഷൻ ഫേസ് ചെയ്യും. ആവശ്യങ്ങളെല്ലാം UDF നേതൃയോഗത്തിൽ അറിയിച്ചിട്ടുണ്ടെന്നും തൽക്കാലം പരസ്യ പ്രതികരണമില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മീറ്റിംഗിൽ സീറ്റിൻ്റെ കാര്യം കൂടി ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അത് നാളെ ബഡ്ജറ്റ് ഉണ്ടല്ലോ, നാളെ ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചർച്ച തുടരും. നാളെ രാവിലെ 11:30 UDF നേതൃയോഗം. മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെയും സീറ്റ് വിഷയം ചർച്ചയാകും. 24 തിരുവനന്തപുരം. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 3 സീറ്റ് എന്നാവശ്യം. പക്ഷെ പിന്നീട് തങ്ങൾക്ക് 3 സീറ്റ് വേണമെന്നൊരു നിർബന്ധ ബുദ്ധിയിലേക്ക് എന്ന തരത്തിലേക്ക് ലീഗ് കടക്കുന്നു. ഇനിയിപ്പോൾ ഇതിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വരും ദിവസങ്ങളിലും അത് തുടരുമെന്നുള്ളതാണ് ആ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്നു. 3 സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു നിഷേധാത്മക നിലപാട് സ്വീകരിച്ചിട്ടില്ല കോൺഗ്രസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അനുജ, ഏറ്റവും ആദ്യം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളിലേക്ക് കടക്കണമെന്നുള്ളതായിരുന്നു UDF നേതൃത്വത്തിന്റെ ആദ്യത്തെ തീരുമാനം. ആ തീരുമാനത്തിനേറ്റ ആദ്യത്തെ തിരിച്ചടിയാണ് മുസ്ലിം ലീഗ് ഈ കടുംപിടുത്തവുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ അപ്പോഴും കാര്യങ്ങളൊന്നും ഒരു പരസ്യമായ വിഴുപ്പലക്കലിലേക്ക് മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് UDF നേതൃത്വത്തിന് ആകെ ഒരു ആശ്വാസം പകരുന്ന കാര്യം. കാരണം രണ്ടുപേരും പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്, മാധ്യമങ്ങൾക്ക് മുൻപിലൊക്കെ സംസാരിക്കുന്നത്. മുസ്ലിം ലീഗിന് ആ സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ട്, അവർ ചോദിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാട് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വവും സമാനമായി തന്നെ തങ്ങൾ ആവശ്യം UDF-ൽ അറിയിച്ചിട്ടുണ്ട്. അത് പരിഗണിച്ചാലും ഇല്ലെങ്കിലും തൽക്കാലം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനില്ല എന്നുള്ളൊരു നിലപാട് മുസ്ലിം ലീഗും സ്വീകരിക്കുന്നതോടെ പരസ്യമായ വിഴുപ്പലക്കലിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. അതേസമയം നാളെ നടക്കുന്ന UDF യോഗം, നേതൃയോഗം, അത് വളരെ നിർണായകവുമാണ്. ഈ നേതൃയോഗത്തിൽ കോൺഗ്രസ് ഈ സീറ്റ് നൽകില്ല എന്നൊരു നിലപാടെടുക്കുകയും മുസ്ലിം ലീഗ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ കാര്യങ്ങൾ കുറച്ച് കൈവിട്ടു പോകുന്ന സ്ഥിതി വരും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരസ്പരം പ്രശ്നങ്ങളില്ലാതെ പോകണമെന്ന് തന്നെയാണ് ഇരുകൂട്ടരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ വയനാടും കണ്ണൂരും നൽകാൻ കഴിയില്ല എന്നുള്ളൊരു സാങ്കേതിക വശം കോൺഗ്രസ് ലീഗിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുകയും അത് ലീഗ് ആ തീരുമാനം അംഗീകരിക്കുകയും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ 20 മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് കടക്കും. അതല്ലെങ്കിൽ അത് കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും നിലവിൽ വയനാട് സീറ്റ്, അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റ് ഉറപ്പായും മുസ്ലിം ലീഗിന് തരണമെന്നുള്ള ഒരു ഉറച്ച നിലപാടുണ്ട്. അവിടെ രാഹുൽ ഗാന്ധി വരുന്ന പക്ഷം മറ്റേതെങ്കിലും സീറ്റ് ചോദിക്കുമോ എന്നുള്ളത് ഇപ്പോൾ കണ്ണൂർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വടക്കൻ കേരളത്തിലെ മറ്റേതെങ്കിലും കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റായാലും മതി എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു പക്ഷേ പിന്നോട്ട് പോകും. അതേസമയം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ മുസ്ലിം ലീഗ് തന്നെ ഉറപ്പായും സ്ഥാനാർത്ഥിയെ നൽകണം എന്നുള്ള ആവശ്യവും മുന്നോട്ട് വെക്കുകയും ചെയ്യും. അതിനിടയിൽ രാഹുൽ ഗാന്ധി അവിടേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും സുരക്ഷിത മണ്ഡലം എന്ന് കരുതുന്ന സ്ഥലമാണ് വയനാട്. അത് ലീഗിന് വിട്ടുകൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ധർമ്മസങ്കടം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരിക എന്നുള്ളത് വിജയസാധ്യതയ്ക്ക് അപ്പുറത്തേക്ക് അത് UDF-ന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി നിലവിൽ മാറിയിരിക്കുന്നു. എന്തായാലും ലീഗ് മാത്രമല്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോട്ടയം സീറ്റ് കൊടുക്കുന്ന കാര്യത്തിലും ഈ നിലയിൽ ഒരു പ്രതിസന്ധിയുണ്ട്. കോൺഗ്രസിന്റെ
ലീഗിന്റെ പ്രാദേശിക നേതൃത്വത്തിനുൾപ്പെടെ അവിടെ എതിർപ്പുണ്ട്. പക്ഷേ ആ എതിർപ്പൊക്കെ മറികടന്ന് അവിടേക്ക് പ്രചരണത്തിലേക്ക് സജീവമാകാൻ കോൺഗ്രസ് നേതൃത്വം തന്നെ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ജോസഫ് വിഭാഗത്തിനോട് ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു നിർദ്ദേശവും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അനുജ, ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യം ഏത് തരത്തിലാണ് UDF-ൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതിന്റെ വിവരങ്ങളാണ് സലിം മാലിക് നൽകിയത്.